ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശവുമായി ബലിപെരുന്നാൾ. ഈ ബലിപെരുന്നാൾ മുന്നോട്ട് വെക്കുന്ന ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഷഫീർ വാടാനപ്പള്ളി സംസാരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 69 ഇടങ്ങളിൽ പരാമർശിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി. സൂറത്ത് ബഖറയിലെ 130-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാർക്കാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തിൽ വിമുഖത കാണിക്കുവാൻ കഴിയുക? ദിനേനയുള്ള വിശ്വാസികളുടെ 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനോടൊപ്പം ആവർത്തിച്ചുരുവിടുന്ന നാമമാണ് ഇബ്രാഹിം നബി. ഈ നാമം ഇത്രമേൽ അവിസ്മരണീയമായതെങ്ങനെ? നമുക്ക് ആ ജീവിത ചരിത്രത്തിലേക്കൊന്ന് പ്രവേശിക്കാം. നമുക്ക് ഇറാഖിലെ ബസറയിലെ ഊർ എന്ന ഗ്രാമത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. അവിടുത്തെ ജനങ്ങൾ ബിംബങ്ങളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും ആരാധിക്കുന്നവരായിരുന്നു. അവിടുത്തെ രാജാവും അവർക്ക് ആരാധ്യനായിരുന്നു. ആ നാട്ടിൽ കല്ലുകൊണ്ട് ബിംബങ്ങളുണ്ടാക്കുന്ന തച്ചുവേലക്കാരനായ ആസർ എന്ന വ്യക്തിക്ക് ഒരു മകനുണ്ടായിരുന്നു. പക്ഷേ ആ മകൻ ചെറുപ്പം മുതലേ ഇത്തരം ആചാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നിരുന്നു. വളരുംതോറും ഈ ആരാധന രീതികളെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സംസാരിക്കാനും ചലിക്കാനും കഴിയാത്ത ജീവനില്ലാത്ത ബിംബങ്ങൾ, അസ്തമിക്കുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ഇതിലാരാണ് തൻ്റെ ദൈവമെന്ന് നിരന്തരം ആ മകൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ മകന് അള്ളാഹു മറുപടി നൽകി. അദ്ദേഹത്തെ സന്മാർഗത്തിലാക്കി പ്രവാചകത്വം നൽകി ജനങ്ങളിലേക്ക് അയച്ചു. ആ മകനാണ് ഖലീലുല്ലാ എന്ന അള്ളാഹു വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇനിസിലാമിൻ പാത തെളിക്കാൻ മുത്തിബ്രാഹിം എത്തുന്നേ. ദുരമുത്ത് വാണിടുന്ന നമ്രുദിന്റെ രാജാങ്കണം കിരീടം കൊള്ളുന്നേ. റബ്ബിൽ തക്ബീർ നാദമുയരുന്നേ, തക്ബീർ നാദമുയരുന്നേ. ഇനിസിലാമിൻ പാത തെളിക്കാൻ മുത്തിബ്രാഹിം എത്തുന്നേ. ദുരമുത്ത് വാണിടുന്ന നമ്രുദിന്റെ രാജാങ്കണം കിരീടം കൊള്ളുന്നേ. റബ്ബിൽ തക്ബീർ നാദമുയരുന്നേ, തക്ബീർ നാദമുയരുന്നേ. പോരിശദീനിൻ നേരുവടിഞ്ഞ കൂട്ടരോടേറ്റു ഖലീലുള്ള. പാവനഹക്കിൽ ചേർന്നിടുവാനായി ബോധനം ചെയ്തു നബിയുള്ള. പോരിശദീനിൽ നേരിവടിഞ്ഞ കൂട്ടരടേറ്റു ഖലീലുള്ള. പാവനഹക്കിൽ ചേർന്നിടുവാനായി ബോധനം ചെയ്തു നബിയുള്ള. ഇനിസിലാമിൻ പാത തെളിക്കാൻ മുത്തിബ്രാഹിം എത്തുന്നേ. ദുരമുത്ത് വാണിടുന്ന ഇബ്രാഹിം നബി ധൈര്യവും നിശ്ചയദാർഢ്യവും തന്ത്രവുമൊക്കെ കൈമുതലാക്കിക്കൊണ്ട് തൻ്റെ ജനങ്ങൾക്കിടയിൽ സത്യമത പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ ഖുർആൻ ഈ ഭാഗങ്ങളൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തൻ്റെ പിതാവിനെ സത്യമതത്തിലേക്ക് ക്ഷണിച്ച വേളയിൽ പിതാവ് പറഞ്ഞ ഒരു മറുപടി, ഇബ്രാഹിം, നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കും, നീ എൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജസന്നിധിയിലും വാർത്തകളെത്തി. ആരാണ് ആ രാജ്യം ഭരിക്കുന്നതെന്നറിയുമോ? ഭൂമിയിലെ ശക്തനും പരമാധികാരിയുമായ ദൈവമാണ് ഞാനെന്ന ഭാവമുള്ള സ്വച്ഛാധിപതിയായ ചക്രവർത്തിയായിരുന്ന നമ്രൂദായിരുന്നു ആ രാജ്യം ഭരിച്ചിരുന്നത്. ഇബ്രാഹിം നബിയെ രാജസന്നിധിയിൽ ഹാജരാക്കി. എന്താണ് നിന്റെ ദൈവസിദ്ധാന്തം? രാജാവേ, താങ്കൾ മറ്റെല്ലാവരെയും പോലെ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാകുന്നു. എൻ്റെ നാഥൻ മനുഷ്യനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. രാജാവ് തൻ്റെ ജയിൽ പുള്ളികളിൽ നിന്ന് 2 പേരെ ഹാജരാക്കാൻ ഉത്തരവിട്ടു. അതിലൊരാളെ തൻ്റെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി മറ്റൊരാളെ വെറുതെ വിട്ടു. ഇബ്രാഹിം, നീ കാണുന്നില്ലേ, ഒരാളെ ഞാൻ മരിപ്പിച്ചിരിക്കുന്നു, മറ്റൊരാൾക്ക് ഞാൻ ജീവൻ നൽകിയിരിക്കുന്നു. രാജാവേ, താങ്കൾ ഈ ചെയ്തതിനെ ദ്രോഹമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ആനയിക്കുന്നു. രാജാവേ,
താങ്കൾ ദൈവമാണെങ്കിൽ അതിനെ പടിഞ്ഞാറ് നിന്ന് അനയിക്കുക. നമ്രൂദിന് ഉത്തരം മുട്ടി. നമ്രൂദ് കലിതുള്ളി ഇബ്രാഹിമിനെ ജയിലിലടക്കാൻ ആജ്ഞാപിച്ചു. 10 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാജകൗൺസിൽ വിധി പുറപ്പെടുവിക്കുകയാണ്. തീച്ചൂളയിലേക്ക് ജീവനോടെ ഇബ്രാഹിമിനെ വലിച്ചെറിയുക. വിധിച്ചു രാജൻ ക്ഷണത്തിലഗ്നി കുണ്ഠമൊരുങ്ങുന്നു. വളരെ നാളുകൾ കത്തിയെരിഞ്ഞങ്ങു നിൽക്കുന്നു. അടുത്തിടാൻ വയ്യാത്ത വിധം തീ ജ്വലിക്കുന്നു. ഒരു അമ്പ് പോലെ ഖലീലുള്ളാഹി അതിലെറിയുന്നു. ഒരു അമ്പ് പോലെ ഖലീലുള്ളാഹി അതിലെറിയുന്നു. വിധിച്ചു രാജൻ ക്ഷണത്തിലഗ്നി കുണ്ഠമൊരുങ്ങുന്നു. വളരെ നാളുകൾ കത്തിയെരിഞ്ഞങ്ങു നിൽക്കുന്നു. അടുത്തിടാൻ വയ്യാത്ത വിധം തീ ജ്വലിക്കുന്നു. ഒരു അമ്പ് പോലെ ഖലീലുള്ളാഹി അതിലെറിയുന്നു. ഒരു അമ്പ് പോലെ ഖലീലുള്ളാഹി അതിലെറിയുന്നു. രാജകിങ്കരന്മാർ വിധി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിൻ്റെ ചൂടേറ്റുകൊണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ പോലും ചിറകറ്റ് വീഴുകയാണ്. അസഹ്യമായ ചൂട് നിമിത്തം ആർക്കും അതിനടുത്തേക്ക് അടുക്കുവാൻ കഴിയുന്നില്ല. അവസാനം ഒരു അമ്പിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബിയെ അവരാ തീക്കുണ്ടാരത്തിലേക്ക് തൊടുത്തുവിടുകയാണ്. നമ്രൂദിൻ്റെ തീക്കുണ്ടത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂമത്തയായി സ്വീകരിക്കുകയായിരുന്നു. ആളിപ്പടർന്ന അഗ്നിനാളങ്ങൾ ശീതള സാന്ത്വന സ്പർശമായി മാറുകയായിരുന്നു. പരമദയാലുവും ദൂതുമായ അള്ളാഹു തീയിൽ നിന്ന് തൻ്റെ വിശ്വസ്തദാസന്റെ സഹായത്തിനെത്തുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. ഓ അഗ്നി, നീ എൻ്റെ ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമേകൂ. അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്താൽ ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരു പരിക്കുമേൽക്കാതെ ഇബ്രാഹിം നബി രക്ഷപ്പെടുകയാണ്. നമ്രൂദിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടിയ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. തൻ്റെ പ്രിയതമ സാറയോടൊപ്പം ആദ്യം ഫലസ്തീനിലേക്കും അവിടെ നിന്ന് ഈജിപ്തിലേക്കും പലായനം ചെയ്തു. അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഹിക്സോസ് എന്നറിയപ്പെടുന്ന അമാലിക് രാജാവായിരുന്നു. ആ നാട്ടിലൊരു കരിനിയമം ഉണ്ടായിരുന്നു. ആ നാട്ടിലെയും ആ നാട്ടിലെത്തിച്ചേരുന്നവരുമായ സുന്ദരികളായ സ്ത്രീകളെ രാജാവിന് സമർപ്പിക്കുക. സാറ അതീവ സുന്ദരിയായിരുന്നു. ആരും കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകുന്ന സൗന്ദര്യത്തിനുടമയായിരുന്നു സാറാ ബീവി. രാജകിങ്കരന്മാർ ഇബ്രാഹിം നബിയെയും സാറാ ബീവിയെയും രാജാവിന് മുന്നിലെത്തിച്ചു. സാറയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന രാജാവ് സാറാ ബീവിയെ പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെ അടുത്തേക്കണയുകയാണ്. ഇബ്രാഹിം നബി നാഥനിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. എന്തോ സാറയുടെ അടുക്കലേക്ക് വരുമ്പോൾ രാജാവിൻ്റെ ശരീരത്തിനൊരു വിറയൽ അനുഭവപ്പെടുന്നു. രാജാവ് പിറകിലേക്ക് മാറും, വീണ്ടും സാറയുടെ അടുക്കലേക്ക് എത്തും. അപ്പോഴും ആ ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുന്നു. അവസാനം രാജാവിന് മനസ്സിലായി, ഇതൊരു സാധാരണ സ്ത്രീയല്ല, എന്തോ വിശേഷണങ്ങളുള്ള ഒരു മഹതിയാണിവൾ. രാജാവ് അവളോട് മാപ്പ് ചോദിക്കുകയാണ്. ധാരാളം സമ്മാനങ്ങളും നൽകുകയാണ്. ആ കൂട്ടത്തിൽ അമൂല്യമായൊരു സമ്മാനം രാജാവ് സാറാ ബീവിക്ക് നൽകി. അത് മറ്റാരുമായിരുന്നില്ല, ഒരു അടിമ സ്ത്രീയായ ഹാജറിനെയായിരുന്നു രാജാവ് സമ്മാനമായി നൽകിയത്. കറുത്തവളായ അടിമയായ വെറുമൊരു സാധാരണ സ്ത്രീയായ ഹാജറ കോടാനുകോടി വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് പുളകമായി തീരാനുള്ള നാഥന്റെ നിയോഗത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിരുന്നു. والحجيج قبيلتي حماية أرض قد مشى فيها النبي فالنور أحمد والطريق محمدي والزاد زمزم والتوكل هاجري. والطريق محمدي والزاد زمزم والتوكل هاجري. والزاد زمزم والتوكل هاجري. السعي هاجر
والتوكل هجري وأجاز للبيت العتيق رواية അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സാറാ ബീവിയും ദാസിയായ ഹാജറയും കൂടി ഇബ്രാഹിം നബിയോടൊപ്പം ആ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. അവർ ഷാം എന്ന പ്രദേശത്തെത്തി. കൂടെയുള്ള ഹാജറിന് സാറാ ബീവി ദീനും തൗഹീദും ദൈവീകമായ വിജ്ഞാനങ്ങളും പകർന്നു നൽകി. വളരെ സന്തോഷത്തോടെ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ദൂതരിലാഹിനെ തേടിടുന്നേ, ദാനമായി ഹാജറയണഞ്ഞിടുന്നേ. സിറിയയിൽ പത്തിനിമാരൊത്ത് നബി പാത്തിടുന്നേറ്റം ശറഫോടെ, പാത്തിടുന്നേറ്റം ശറഫോടെ. ദൂതരിലാഹിനെ തേടിടുന്നേ, ദാനമായി ഹാജറയണഞ്ഞിടുന്നേ. സിറിയയിൽ പത്തിനിമാരൊത്ത് നബി പാത്തിടുന്നേറ്റം ശറഫോടെ, പാത്തിടുന്നേറ്റം ശറഫോടെ. അജങ്ങളെ എന്നവർ പോറ്റുന്നു, ഏറ്റം എളിമയിൽ ജീവിതം പോക്കുന്നു. അജങ്ങളെ എന്നവർ പോറ്റുന്നു, ഏറ്റം എളിമയിൽ ജീവിതം പോക്കുന്നു. ആദരരെന്നുമേ അതിഥിയെ തേടി നടന്നു വചീനം നൽകുന്നു. ആദരരെന്നുമേ അതിഥിയെ തേടി നടന്നു വചീനം നൽകുന്നു, നടന്നു വചീനം നൽകുന്നു. ദൂതരിലാഹിനെ തേടിടുന്നേ, ദാനമായി ഹാജറയണഞ്ഞിടുന്നേ. സിറിയയിൽ പത്തിനിമാരൊത്ത് നബി പാത്തിടുന്നേറ്റം ശറഫോടെ, പാത്തിടുന്നേറ്റം ശറഫോടെ. സാറാ ബീവിയും ദാസിയായ ഹാജറുമൊത്ത് ഇബ്രാഹിം നബിയുടെ കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇബ്രാഹിം നബിയും സാറാ ബീവിയും ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിലെത്തിക്കഴിഞ്ഞു. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ നാഥനിലേക്ക് കരങ്ങൾ ഉയർത്തി ഇബ്രാഹിം നബി പ്രാർത്ഥിക്കും, റബ്ബി ഹബലി മിനസ്വാലിഹീൻ, നാഥ സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് സന്താനമായി പ്രദാനം ചെയ്യണമേ. ഈ പ്രാർത്ഥന സാറാ ബീവിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. കാരണം തനിക്ക് പ്രായമേറെ കഴിഞ്ഞു. ഇനി തനിക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലൊരു വേദനയായി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു പരിഹാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ അവരൊരു തീരുമാനമെടുക്കുകയാണ്. എല്ലാ സൽഗുണങ്ങളും മേളിച്ച തൻ്റെ ദാസിയായ ഹാജറയെ ഭർത്താവിനിണയാക്കുക. അവളിലൂടെ ഒരു സന്താന സൗഭാഗ്യമുണ്ടായാൽ അത് ഈ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി വിരിയാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഹാജറയെ ഇബ്രാഹിമിന് ഭാര്യയാക്കി നൽകുക എന്ന് സാറാ ബീവി ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഹാജറ ബീവി ഇബ്രാഹിം നബിയുടെ ഭാര്യയാവുകയാണ്. അടിമപ്പെണ്ണായിരുന്ന ഹാജറ എന്ന പെൺകുട്ടിയുടെ ജീവിതം അനിർവചനീയമായ അംഗീകാരങ്ങൾക്കും ഔന്നിത്യത്തിനും വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുകയായിരുന്നു. മഹദി ഹാജറ വിശ്വാസികളുടെ ഓർമ്മയിലെ വസന്തമായി മാറുകയാണ്. അമ്പിളിച്ചേലുള്ള അമ്പരമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ. ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പരമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ. ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ.
ആഗ്രഹിച്ച പോലെ ആ കുടുംബത്തിൻ്റെ ആഗ്രഹം പൂവണിയുകയാണ്. ഹാജറ ബീവി ഗർഭിണിയായി. ആ കുടുംബത്തിൽ സന്തോഷം അണപൊട്ടി ഒഴുകുകയാണ്. ആ ദാമ്പത്യവല്ലരിയിൽ ഒരു പൊന്നുമോൻ പിറക്കുകയാണ്, ഇസ്മായിൽ. അടിമസ്ത്രീയായ ഹാജറ അറേബ്യൻ ജനതയുടെ ഉമ്മയായി മാറുകയാണ്. പ്രിയമുള്ളവരെ, എത്രയെത്ര മാപ്പിളപ്പാട്ടുകളാണ് ആ പൊന്നുമോന്റെ പിറവിയെക്കുറിച്ച് പാടിയിട്ടുള്ളത്. ദാനധർമ്മ പ്രാർത്ഥന വ്രതങ്ങൾ അനുഷ്ഠിച്ചു വൃദ്ധ ദമ്പതികൾ ഒരു കുഞ്ഞിനു പല നാൾ. ദശാബ്ദങ്ങൾ 8-9 കഴിഞ്ഞൊരാ ദാമ്പത്യ വല്ലരി പൂത്തവസാനമൊരു നാൾ. വല്ലരി പൂത്തവസാനമൊരു നാൾ. ദാനധർമ്മ പ്രാർത്ഥന വ്രതങ്ങൾ അനുഷ്ഠിച്ചു വൃദ്ധ ദമ്പതികൾ ഒരു കുഞ്ഞിനു പല നാൾ. ദശാബ്ദങ്ങൾ 8-9 കഴിഞ്ഞൊരാ ദാമ്പത്യ വല്ലരി പൂത്തവസാനമൊരു നാൾ. വല്ലരി പൂത്തവസാനമൊരു നാൾ. എസ് എ ജമീൽ സാഹിബിൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ ദശാബ്ദങ്ങൾ 8-9 കഴിഞ്ഞൊരാ ദാമ്പത്യ വല്ലരി പൂത്ത അവസാനം ഒരു നാൾ. ഇബ്രാഹിം നബിക്ക് 86 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായിൽ നബി ജനിച്ചതെന്നാണ് പല ചരിത്രരേഖകളിലും കാണാൻ കഴിയുന്നത്. സാറാ ബീവി വളരെ സന്തോഷത്തിലാണ്. സാറാ ബീവിയുടെ ഒരു വലിയ മാനസിക വിശാലതയായിരുന്നു ആ സന്തോഷത്തിന് കാരണം. അതിന് പകരമായി അള്ളാഹു മലക്കുകളെ അയച്ചുകൊണ്ട് സാറാ ബീവിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്നൊരു പുത്രൻ ജനിക്കാൻ പോകുന്നു. മലക്കുകളോട് സാറാ ബീവി ചോദിക്കും, ഈ പടുകിളവിയായ എനിക്കോ ഇനി പുത്രൻ ജനിക്കാൻ പോകുന്നത്? അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് മലക്കുകൾ പറയും. പിന്നീട് ഇബ്രാഹിം നബിക്ക് 114 വയസ്സുള്ളപ്പോഴാണ് സാറാ ബീവിയിൽ ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കുന്നത്. അങ്ങനെ നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഹാജറ റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ നബിയും സാറാ ബീവിയുമായി വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞുമോനുമൊത്ത് ആ കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ്. കൊതിച്ചു തന്റെ ഹയാത്തിലേറെ കഴിഞ്ഞ നാളും കടന്ന കാലം പതിമായോന്റെ കുതിരത്താലേ കഴിയുന്നൊരു ശിശു പൊന്നൂലേ. കതിർകത്തുമ്പി മണിഹാജര കരളിൽ പൂവായി പിറന്ന നൂറ പിറന്നപ്പോൾ മണി പൈതലേ വിരിശത്തിൽ പേർ പിടിച്ച ജനേ. ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്ന ഇബ്രാഹിം നബി ഹാജറയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹാജറ, കുഞ്ഞിനെയും എടുത്ത് ഒരുങ്ങുക, നമുക്കൊരു യാത്ര പോകേണ്ടതുണ്ട്. അങ്ങനെ കൈക്കുഞ്ഞിനെയും എടുത്ത് അനുസരണയോടെ അവർ നബിക്കൊപ്പം പുറപ്പെട്ടു. മരുഭൂമികളും മരുപ്പച്ചകളും താണ്ടി അവരെത്തിച്ചേർന്നത് കരിമ്പാറക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കൃഷിയോ ജലമോ ഒന്നുമില്ലാത്ത ഒരു തരിശുഭൂമിയിലായിരുന്നു. അവിടെ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലെ ഒരു വലിയ കല്ലിൻ്റെ നിഴലിൽ ആ ചോരക്കുഞ്ഞിനെയും ഉമ്മയെയും ഇരുത്തി. ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും ഒരു സഞ്ചിയിൽ ഏതാനും കാരക്കച്ചൂളകളും നൽകി ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി തിരിഞ്ഞു നടന്നു. പിന്നാലെ കഥയറിയാതെ ഹാജറയും നടന്നു. ഇബ്രാഹിം നബിയുടെ നടത്തത്തിന് വേഗത കൂട്ടുകയാണ്. ആ സമയത്ത് ഹാജറ ചോദിക്കുകയാണ്, ഇലാ ഐനയ ഇബ്രാഹിം, ഇബ്രാഹിം അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? ഒരു മനുഷ്യജീവിയില്ലാത്ത, ഒരു കൃഷിയോ വെള്ളമോ ഒന്നുമില്ലാത്ത ഈ വിജനതയിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണോ? ഇത് കേട്ട് ഇബ്രാഹിം നബിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. ഒരുപക്ഷെ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ടാകാം. വിരഹത്തിൻ്റെ വിഹ്വലതയാൽ വിവർണമായ തൻ്റെ മുഖം തൻ്റെ പ്രിയപ്പെട്ട ഹാജറ കണ്ടാൽ അവൾ തളർന്നു പോകുമല്ലോ എന്ന് കരുതിയാകാം. അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പൊട്ടിക്കരച്ചിലായി പരിണമിക്കുമല്ലോ എന്ന് ചിന്തയാകാം. ഈ ചോദ്യം പലതവണ ഹാജറ ബീവി ആവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രതികരണം കാണാതായപ്പോൾ ഹാജറ ബീവി ചോദിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇബ്രാഹിം? അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അതെ, ബി അംരി റബ്ബി യാ ഹാജറ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഹാജറ. എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക, അള്ളാഹു ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല. ചാലിട്ടൊഴുകുന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് തൻ്റെ പ്രിയതമൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ സ്നേഹമതിയായ ഹാജറ
നോക്കി നിന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, ബീവിയുടെ ഒരു മനോബലം, എന്തൊരു മനക്കരുത്താണിത്! അചഞ്ചലവും അനിതര സാധാരണവുമായ വിശ്വാസത്തിൻ്റെ പെൺകരുത്തായിരുന്നു ബീവി ഹാജറ. പ്രിയമുള്ളവരെ, നമുക്ക് ഇബ്രാഹിം നബിയോടൊപ്പം നടക്കാം. അവർ തൻ്റെ കുഞ്ഞിനെ കാണാതാവും വരെ നടന്ന് ഹജൂൻ കുന്നിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. അവിടെ കയറി നിന്നുകൊണ്ട് ആ കുഞ്ഞിനെയും ഉമ്മയെയും ഉപേക്ഷിച്ചെടുത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ പിതാവ് പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ഇബ്രാഹിമിലെ 37 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ ദറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. നാഥാ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. നാഥാ, അവർ നിസ്കരിക്കുന്നവരായി വളരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരോട് ചായ്വുള്ളതാക്കണമേ. അവർക്ക് കായ്ക്കനികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് ഇന്നും ആ നാട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മരുഭൂമിയുടെ ഏകാന്തതയിൽ തൻ്റെ പൊന്നുമോനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേദനയോടെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ആ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഹാജറ തനിച്ചാണ്. തൻ്റെ കയ്യിലുള്ള വെള്ളവും ഈന്തപ്പഴവും ഉപയോഗിച്ച് അവരിടക്ക് വിശപ്പ് മാറ്റിക്കൊണ്ടിരുന്നു. തൻ്റെ കുഞ്ഞിനെയും ഭക്ഷിപ്പിക്കും. കുറെ കഴിഞ്ഞപ്പോൾ ആ തുകൽ സഞ്ചിയിലെ വെള്ളവും ഭക്ഷണമൊക്കെ കാലിയായി. ഇനി എന്ത് ചെയ്യും നാഥ? ഹാജറയുടെ മുന്നിൽ ഒരു വഴിയുമില്ല. ദാഹമാണെങ്കിലോ കൂടിക്കൂടി വരുന്നു, കുഞ്ഞാണെങ്കിലോ വാവിട്ട് കരയുന്നു. ഹാജറ ഇത് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. അവർ കുഞ്ഞിനെ താഴെ കിടത്തി അടുത്തുള്ള സഫാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടുകയാണ്. ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഹാജറ പരതി ആരെയെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല, ആരെയും കാണാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് സഫയിൽ നിന്ന് ഹാജറ മറുവയിലേക്ക് ഓടി. അവിടെയും ആരെയും കാണാൻ കഴിയുന്നില്ല. ഹാജറ ഓടിത്തളരുകയാണ്. തൻ്റെ മനം തകർന്നുകൊണ്ട് ഇടയ്ക്ക് തൻ്റെ പൊന്നുമോനെ നോക്കും. ഇല്ല, തൻ്റെ പൊന്നുമോൻ വാവിട്ട് കരയുക തന്നെയാണ്. ഹാജറ അങ്ങനെ 7ാം തവണ മറുവയിലെത്തിയപ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. അശരീരി കേട്ടിടത്തേക്ക് ഹാജറ തിരിഞ്ഞു നോക്കി. ഇല്ല, ആരെയും കാണാൻ കഴിയുന്നില്ല. ഹാജറ പറഞ്ഞു, നിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. പെട്ടെന്ന് ഒരു മലക്കവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ പൊന്നുമോൻ കിടന്നെടുത്ത് അതിൻ്റെ മടമ്പ് കൊണ്ടോ അതല്ലെങ്കിൽ ചിറക് കൊണ്ടോ കുഴിക്കുകയാണ്. അവിടെ ഒരു വെള്ളം ഉറപൊട്ടി ഒഴുകുകയാണ്. അറേബ്യയ്ക്കായി അല്ലാഹു നൽകിയ സംസം, ഇസ്മായിലിൻ പാദമുണർത്തിയ സംസം. അറേബ്യയ്ക്കായി അല്ലാഹു നൽകിയ സംസം, സംസം. ഇസ്മായിലിൻ പാദമുണർത്തിയ സംസം, സംസം. സഫാ മർവ കുന്നിൻ നടുവിൽ പുണ്യം പേറും സംസം. സഫാ മർവ കുന്നിൻ നടുവിൽ പുണ്യം പേറും സംസം. ഹജ്ജാജികളുടെ ഉള്ളിൽ കുളിരുകൾ കോരി നിറയ്ക്കും സംസം. ഹജ്ജാജികളുടെ ഉള്ളിൽ കുളിരുകൾ കോരി നിറയ്ക്കും സംസം. സംസം, സംസം. അറേബ്യയ്ക്കായി അല്ലാഹു വെള്ളം കുത്തിയൊഴുകുകയാണ്. ആ വെള്ളത്തിൽ നിന്ന് ഹാജറ വേണ്ടുവോളം കുടിച്ചു. തൻ്റെ പൊന്നുമോനെയും കുടിപ്പിച്ചു. ആ വെള്ളം കോരിയെടുത്തു. എന്നിട്ടും ആ വെള്ളം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാജറ തൻ്റെ കൈകൊണ്ട് അതിനൊരു തടയണ കെട്ടിക്കൊണ്ട് പറഞ്ഞു, സംസം. പ്രിയരെ, ഹാജറയുടെ കണ്ണീരും വിയർപ്പുമലങ്ങിയ ഒരു വെള്ളമാണ് സംസം. ഹാജറയെ ഓർത്തുകൊണ്ടല്ലാതെ ഒരാൾക്കും ആ സംസം ജലം കുടിക്കാൻ കഴിയുകയില്ല. തിരുനബി പറയുമായിരുന്നത്രേ, ഹാജറ സംസമിന് തടം കെട്ടിയിരുന്നില്ലെങ്കിൽ അതൊരു സമുന്നതമായ നദിയായി മാറുമായിരുന്നു. പ്രിയമുള്ളവരെ, ലോകചരിത്രത്തിൽ ധാരാളം സ്ത്രീകൾക്കിടം നൽകിയിട്ടുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും പലരും വിസ്മൃതിയിലേക്ക് തള്ളപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇന്നോളമുള്ള മനുഷ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതും അനുകരിക്കപ്പെടുന്നതുമായ
സ്ത്രീ ആരാണ്? സംശയമില്ല, ഹാജറ റളിയല്ലാഹു അൻഹ. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ നിറങ്ങളുള്ളവർ, രാജാവും പ്രജകളും ധനികനും ദരിദ്രനും ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരേ നാദം മുഴക്കിക്കൊണ്ട് പോകുന്ന വഴികളിൽ അവർക്ക് ഉമ്മ ഹാജറ ബീവിയെ കാണാം. ആ വഴികളിൽ ഒരു പൊന്നുമോൻ ഇസ്മായിൽ ഓടിക്കളിക്കുന്നത് കാണാം. മഖാമ് ഇബ്രാഹീമിൽ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരിക്കുന്നത് കാണാം. പ്രിയമുള്ളവരെ, ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. മക്ക എന്ന ഊഷരഭൂമിയിൽ വെള്ളം വന്നിരിക്കുകയാണ്. വെള്ളം കണ്ടിടത്തേക്ക് പക്ഷികളും പറവകളൊക്കെ വരാൻ തുടങ്ങി. മക്കയിലൂടെ അന്നും യാത്രാസംഘങ്ങൾ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ജുർഹൂം ഗോത്രത്തിലെ ഒരു യാത്രാസംഘം അതുവഴി കടന്നു പോയപ്പോൾ അവർ മക്കയുടെ അടിവാരത്തിലൊന്നിറങ്ങി. അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നത് കാണുകയാണ്. ജലത്തിനു മേലെ വട്ടമിട്ട് പറക്കുന്ന പക്ഷി ജലമില്ലാത്ത ഈ താഴ്വരയിൽ എന്തിനു പറക്കുന്നു എന്ന ചിന്ത അവരിൽ ഉണരുകയും അവരിൽ നിന്ന് 1-2 ആളുകൾ അത് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അവരോട് പോയ സമയത്ത് ഒരു ഉമ്മയെയും മകനെയും കാണുകയാണ്. അവർ തിരിച്ചു വന്ന യാത്രാസംഘത്തോട് വിവരം പറഞ്ഞു, അവിടെ വെള്ളമുണ്ട്, അവിടെ ഒരു ഉമ്മയും മോനുമുണ്ട്. അവരെല്ലാവരും കൂടി അവിടേക്ക് ചെന്നു. അവിടെ നിന്നിരുന്നത് ഉമ്മ ഹാജറ ബീവി ആയിരുന്നു. അവർ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. അവർ ചോദിച്ചു, ഞങ്ങളിവിടെ താമസിച്ചോട്ടെ? ഹാജറ ബീവി പറഞ്ഞു, നിങ്ങൾ താമസിച്ചു കൊള്ളുക, പക്ഷേ ഈ വെള്ളത്തിൻ്റെ അധികാരം എനിക്കുള്ളതാണ്. അവർ സമ്മതിച്ചു. പ്രിയമുള്ളവരെ, അവിടെ ഒരു മഹത്തായ നാഗരികതക്കും സംസ്കാരത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു. അടിമയും കറുത്തവളുമായ ഹാജറയിൽ നിന്ന് ഒരു ചരിത്രം പിറവിയെടുക്കുകയായിരുന്നു. يشتاق تربتك وطيب هواك يا أرض مكة خافقي ناداك يشتاق تربتك وطيب هواك يا أرض مكة والحنين يهزني ويهز قلبا هاج من ذكراك. ജുർഹൂം ഗോത്രത്തിലെ കുട്ടികളോടൊപ്പം കളിച്ചും ഉല്ലസിച്ചും പഠിച്ചുമൊക്കെ പൊന്നുമോൻ ഇസ്മായിൽ വളരുകയാണ്. ഇബ്രാഹിം നബി തൻ്റെ പ്രിയതമയെയും പൊന്നുമോനെയും കാണാൻ വരും. അവനോടൊപ്പം ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ പിറന്ന കണ്ണിന് കുളിരായ ആ പൊന്നുമോനോടൊപ്പം കളിച്ചും ചിരിച്ചും അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചുമൊക്കെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം വലിയൊരു ഹൃദയഭാരവുമായിട്ടാണ് ഇബ്രാഹിം നബി വന്നത്. എന്നിട്ട് മോനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്തിലെ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്താണ് മോനെ വിളിച്ചുകൊണ്ട് പറയുന്നത്? ഖാലയാ ബുനയ്യ ഇന്നി അറാഫിൽ മൻഹാം, ഓ പൊന്നുമോനെ,
ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഇന്നി അസ്ബഹുക്ക ഫൻദുർ മാദാ തറ, നിന്നെ അറുക്കുന്നതാണ് മോനെ ഞാൻ സ്വപ്നം കണ്ടത്. ആ കണ്ടതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമോന് പറയുന്നുണ്ട്, ഖാലയാ അബത്ത് ഇഫ് അൽ മാ തുമറൂൻ, പാപ്പാ അങ്ങയോട് കൽപ്പിച്ചതെന്തോ അതങ്ങ് പ്രവർത്തിക്കുക. സതജിദ്നി ഇൻഷാ അല്ലാഹു മഅസ്വാബിരീൻ, ക്ഷമാശീലരിൽപ്പെട്ടവനായിക്കൊണ്ട് നാളെ അങ്ങേക്ക് എന്നെ കണ്ടേക്കാം. ആ പൊന്നുമോൻ്റെ മറുപടി ആ ഉപ്പയുടെ മനസ്സിൽ സന്തോഷം വിളയിച്ചേക്കാം. ഞാൻ ഈ ചരിത്രം തേടിക്കൊണ്ട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ വടകരയിലേക്കൊന്ന് പോകട്ടെ. മാപ്പിളപ്പാട്ടിൻ്റെ നേരും തേരുമായ മർഹൂം പി ടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അടുക്കലേക്കാണ്. ചരിത്രത്തിൻ്റെ ഭൂമികയിൽ പി ടി കണ്ട കാഴ്ചകൾ വ്യത്യസ്തങ്ങളായിരുന്നു. ആ കാഴ്ചകൾ മാപ്പിളപ്പാട്ടിനെ സമ്പന്നമാക്കിയിരുന്നു. ആകാശഭൂമി കതിപതിയായ അല്ലാഹുവിൻ്റെ കുദറത്തിനാല് ഇബ്രാഹിം എന്ന നബിയോട് രാജ ഇസ്മായിലാകും പൊൻമോനെ അറുക്കാൻ ആകാശഭൂമി കതിപതിയായ അല്ലാഹുവിൻ്റെ കുദറത്തി. വീട്ടിൻ്റെ പാട്ടുകളിൽ ഈ ചരിത്രം മനോഹരമായി കോറിയിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇബ്രാഹിം നബിയുടെ ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്, അത് കേട്ട് ഞെട്ടിത്തെറിച്ചില്ല ഈമാൻ, അത് കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ, ഇസ്മായിലോട് പറഞ്ഞോ ഖലീല്, ഇറയോൻ്റെ കൽപ്പനയ്ക്കില്ല ബദല്. പൊന്നുമോൻ്റെ മറുപടി, പൊട്ടിച്ചിരിച്ചു പറയുന്നു മുത്ത്, വെട്ടിത്തെറിപ്പിക്ക് ബാബാ കഴുത്ത്, ഇരുപേരുമൊത്ത് നടക്കുന്നുമല്ലേ ഇറയോൻ വിധിക്കായി ബലിക്കല്ലുകൊള്ളെ. അത് കേട്ട് പൊട്ടിത്തെറിച്ചില്ല ഈമാൻ, അത് കേട്ട് ഞെട്ടിത്തെറിച്ചില്ല ഈമാൻ, അത് കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ, ഇസ്മായിലോട് പറഞ്ഞോ ഖലീല്, ഇറയോന്റെ കൽപ്പനക്കില്ല ബദല്. മറ്റൊരിടത്ത് പി ടി ഭാവനയുടെ ചിറകിലേറിക്കൊണ്ട് ഇസ്മായിൽ നബി കണ്ട കാഴ്ചകളെക്കുറിച്ച് പി ടി പറയുന്നുണ്ട്. വലിയായി തവ ദേഹം കൊടുക്കുന്നേരം വലിയോൻ തുറക്കുന്നു സുബർക്കമേഴും. പി ടിയുടെ കണ്ണുകൾ മാത്രമേ ആ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവൂ. സുബർക്കത്തിൻ്റെ 7 വാതിലുകളും തുറക്കുകയാണ്. പാപ്പാ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. വലിയായി തവ ദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും. വലിയായി തവ ദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും. പരിശുദ്ധ ഖുർആൻ തുടരുകയാണ്. വഫദൈനാഹു ബിദ്ബിഹിൻ അലീം, നാം മഹത്തായ ഒരു ബലിമൃഗത്തെ നൽകിക്കൊണ്ട് ആ ബാലനെ മോചിപ്പിച്ചു. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ സൽകീർത്തി പിൻതലമുറക്കാരിൽ എന്നെന്നും അവശേഷിക്കട്ടെ. സലാമുൻ അലാ ഇബ്രാഹിം. മരണത്തെ തോൽപ്പിച്ച നിൻ ധീരകൃത്യം മധുര സ്മരണയായി നിലനിൽക്കും നിത്യം. മനസ്സിൻ്റെ ഉള്ളിൽ ജ്വലിക്കും ശരിക്കും, മനുഷ്യന്റെ വംശം മരിക്കും വരയ്ക്കും. ആകാശഭൂമി കതിപതിയായ അല്ലാഹുവിൻ്റെ കുദറത്തിനാല് ഇബ്രാഹിം എന്ന നബിയോട് രാജ ഇസ്മായിലാകും
പൊന്മോനെ അറുക്കാൻ ആകാശഭൂമി കതിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലേ. മരണം നിലനിർത്തിക്കൊണ്ടാണ് നാം ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത്. ഈ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഹജ്ജിൻ്റെയും പെരുന്നാളിൻ്റെയും ഉൾവിളി ഈ ചരിത്രങ്ങൾ തന്നെയാണ്. ജീവിത വഴിയിലെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ ത്യാഗസന്നദ്ധതയോടെയും പൈശാചിക പ്രലോഭനങ്ങളെ തിരസ്കരിച്ചുമാണ് ഇബ്രാഹിം നബിയും കുടുംബവും ചരിത്രത്തിൽ ഇടം നേടിയത്. ആ അർപ്പണബോധത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് തക്ബീറിൻ്റെ അമരധ്വനികളായി അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അല്ലാഹു അക്ബർ. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك والنعمة لك والملك لا. ഈ ബലിപെരുന്നാൾ മുന്നോട്ട് വെക്കുന്ന ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗവേഷകനായ ഷഫീർ വാടാനപ്പള്ളി.